സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടി അടിപൊളി ക്വസ്റ്റൻ ആണ് ഫ്രം സീക്വൻസസ് ആൻഡ് സീരീസ്. ജോമെട്രി പ്രോഗ്രഷനിലെ എനിക്ക് തോന്നുന്നു പല കുട്ടികളും ചെയ്തിട്ടില്ലാത്ത ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇപ്പോഴത്തെ രീതി കൂടെ ഈ എക്സാമിനൊക്കെ ക്വസ്റ്റൻ വരാൻ പറ്റുന്ന ഒരെണ്ണമാണിത്. നിങ്ങൾ നോക്കിയാൽ ക്വസ്റ്റൻ ചിലരൊക്കെ കണ്ടു കാണും അല്ലേ? ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. പക്ഷെ എനിക്ക് ഉറപ്പാണ് മിക്ക കുട്ടികളും മീൻസ് ഒരു 75% കുട്ടികളും ഇത് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, if pth, qth, rth terms of a GPR a, b, c respectively എന്ന് പറഞ്ഞാൽ pth term a, qth term b, rth term c. നമ്മളിപ്പോ പറഞ്ഞില്ലേ 5th, 6th, 7th, ആ 5th, 6th, 7th പകരം pth, qth, rth എന്നുള്ളൂ കേട്ടോ, വേറെ കാര്യമൊന്നുമില്ല. Show that a raised to q minus r into b raised to r minus p into c raised to p minus q is equal to 1. ഇതാണ് നമ്മുടെ പ്രൂവ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്നൊക്കെ ചെയ്യാൻ സിംപ്ലിഫിക്കേഷൻ ഉള്ളതാണ് കേട്ടോ. സിംപ്ലിഫിക്കേഷൻ ഒക്കെ ഉള്ളത് നന്നായിട്ട് പഠിക്കണം. അല്ലാതെ കൊച്ചു ചോദ്യങ്ങളെ എളുപ്പത്തിൽ ചെയ്ത് സന്തോഷിച്ചിട്ടൊന്നും വലിയ കാര്യങ്ങൾ പിന്നിട്ടില്ല. നമുക്ക് നല്ല പ്രോബ്ലംസുകളെ നന്നായിട്ട് ചെയ്ത് നല്ല സിംപ്ലിഫിക്കേഷൻ ഒക്കെ അടിപൊളിയായിട്ട് കവറപ്പ് ചെയ്ത് അങ്ങോട്ട് സ്കില്ലൊക്കെ നല്ല രീതിയിൽ കൂടെ ഡെവലപ്പ് ചെയ്യണം. നമുക്ക് എക്സാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എനിക്ക് ഇച്ചിരി പാടാണ്. നമ്മുടെ ഉദ്ദേശം നല്ലതായിട്ട് മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത് എന്തുകൊണ്ടോ? ഇതിന്റെ ആവശ്യത്തിന്റെ ഒരു കുറവാണ്. ഇതിനോടുള്ള ഒരു പാഷൻ ഉണ്ടല്ലോ നമുക്ക് ഇത് പഠിക്കുക എന്നുള്ളത്, അതിന്റെ ഒരു കുറവാണ് നമുക്ക് ഇതിനോടൊക്കെ ഉള്ള ഒരു വിരക്തി അല്ലെങ്കിൽ പഠിക്കുന്ന പുറകിലോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ 2 വർഷം നന്നായിട്ട് പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് അടുത്തൊരു നല്ലൊരു കോഴ്സ് കിട്ടുള്ളൂ. കോഴ്സ് കിട്ടിയിട്ട് വേണം ഒരു അടിപൊളി ജോബൊക്കെ കിട്ടാൻ. അപ്പൊ എല്ലാവർക്കും നല്ലതായിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കേ 3 ടേംസുകളാണ് തന്നേക്കുന്നത് കേട്ടല്ലോ. അപ്പൊ ഇവിടെ pth ടേം ആണ് നമ്മുടെ എ, qth ടേം ആണ് ബി, rth ടേം സി. അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ എഴുതാൻ പോനെ എ പി ഈസ് ഈക്വൽ ടു എ. എ പി മീൻസ് എ എൻ ഉണ്ടല്ലേ nth ടേം, അതുപോലെ എ പി എന്താണ് pth ടേം. എ പി ഈസ് ഈക്വൽ ടു എ. നമ്മൾ സാധാരണ എന്തായിരുന്നു pth ടേമിന്റെ nth ടേമിന്റെ ഫോർമുല എന്തായിരുന്നു മോനെ? എ ആർ റേസ് ടു n മൈനസ് 1. അപ്പൊ pth ടേമിന്റെ ഫോർമുല എ ആർ റേസ് ടു പി മൈനസ് 1 ഈസ് ഈക്വൽ ടു എ. ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് സ്മോൾ ലെറ്റർ അല്ല, ക്യാപിറ്റൽ ലെറ്റർ ആണ്. നമ്മുടെ സാധാരണ ഫസ്റ്റ് ടൈമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എ അല്ലായിരുന്നു, സ്മോൾ ലെറ്റർ. ഇവിടെ ഓൾറെഡി എ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഫസ്റ്റ് ടൈമിനൂടെ നമുക്ക് എ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്യാപിറ്റലെയും അതുപോലെ ഓൾറെഡി ഇവിടെ ആറും വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കോമൺ റേഷ്യോയെ നമ്മളിവിടെ ക്യാപിറ്റൽ ആറും കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എ ആർ ഈസ് പി മൈനസ് 1 ഈക്വൽ ടു എ. നെക്സ്റ്റ് ക്യൂത്ത് ടൈം. ക്യൂത്ത് ടൈം എന്ന് പറയുമ്പോൾ എ ക്യൂ ഈസ് ഈക്വൽ ടു ബി ഇംപ്ലൈസ് that is AR raised to Q minus 1 is equal to B. Okay. Next, rth term, that is AR is equal to C implies AR raised to R minus 1 is equal to C. കണ്ടോ? ഇവിടെ അല്ലെങ്കിൽ തന്നെ നോക്കിക്കേ, ഇവിടെ സ്മോൾ ആർ ഇവിടെ ക്യാപിറ്റൽ. നമുക്ക് 2 സ്മോൾ ആർ ആണെങ്കിൽ തിരിച്ചറിയാൻ പറ്റുമോ? ഈ ആർ എന്ന് പറഞ്ഞാൽ ഒരു ടേമിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടല്ലോ, rth ടേം. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ. ഓക്കെ, അപ്പൊ 3ന്റെയും ഫോർമുലാസുകളൊക്കെ നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് കിട്ടണം അല്ലേ? അപ്പൊ ഞാൻ LHS സ്റ്റാർട്ട് ചെയ്യണേ. LHS ഈക്വൽ ടു മോനെ LHSനുള്ളിലെ ഫസ്റ്റ് ടൈം എന്താണ്? എ റേസ്ഡ് ക്യൂ മൈനസ് ആർ. ഇവിടെ നിന്ന് വായിച്ചു നോക്കിയേ, എ ആർ റേസ്ഡ് പി മൈനസ് 1 ഈക്വൽ ടു എ. തിരിച്ചു വായിച്ചാൽ മോനെ, തിരിച്ചു വായിച്ചാൽ എ ഈക്വൽ ടു എ ആർ റേസ്ഡ് പി മൈനസ് 1. എയുടെ വാല്യൂ ആണ് എ ആർ റേസ്ഡ് പി മൈനസ് 1. അപ്പൊ ഈ എക്ക് പകരം ഞാൻ ഇത്രയും വലിയ വാല്യൂവിനെ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ദാറ്റ് ഈസ് എ ആർ റേസ്ഡ് പി മൈനസ് 1 ഹോൾ റേസ് ടു ആരുണ്ട് മോനെ? രണ്ട് ശ്രദ്ധിച്ചോണേ, എ ആർ റേസ് ടു പി മൈനസ് 1. ഈ എക്ക് വാല്യൂ കൊടുത്തു. റേസ് ടു ആരുണ്ടായിരുന്നു? ക്യൂ മൈനസ് ആർ. പിന്നെ അത് പവറിൽ കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് ടൈം ആയി. അപ്പോൾ ഈ എക്ക് വരും ഇത്രയും കൊടുത്തു, റേസ് ടു ക്യൂ മൈനസ് ആർ ഇൻറ്റു അടുത്ത ബി റേസ് ടു. ബി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഇതാണ് കേട്ടോ. ദാറ്റ് ഈസ് എ ആർ റേസ് ടു ക്യൂ മൈനസ് 1 റേസ് ടു ആരാ മോനെ? ആർ മൈനസ് പി. ഓക്കെ, ലാസ്റ്റ് ടൈം എത്ര മോനെ? സി. സിയുടെ വാല്യൂ ഇത്രയാണ് കണ്ടല്ലോ. സിയുടെ വാല്യൂ ദാറ്റ് ഈസ് എ ആർ റേസ് ടു ആർ മൈനസ് 1 റേസ് ടു പി മൈനസ് ക്യൂ. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാം വാല്യൂ എടുത്തപ്പോ എ റേസ് ടു ബി റേസ് ടു സി റേസ് ടു എ ബി സിക്ക് വാല്യൂസ് കൊടുത്തിട്ടേക്കുവാണ്. ഇത്രയും കുഴപ്പമൊന്നുമില്ല. ഇനി ഞങ്ങളുടെ സിംപ്ലിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാം. അതുപോലെ നിങ്ങൾ +2 തുടങ്ങുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് മാത്സിനെയൊക്കെ നല്ല സിമ്പിൾ ആയിട്ട് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം. എൻട്രൻസിനോട് ജോയിൻ ചെയ്യുന്നവർക്ക് അതും ജോയിൻ ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള ട്രിക്സുകളെല്ലാം വെച്ച് ഷോർട്ട് കട്ട്സ് എല്ലാം വെച്ചുകൊണ്ടുള്ള ക്ലാസ് ആണ്. മെറ്റീരിയൽ എല്ലാം തന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ എല്ലാ എൻട്രൻസുകൾക്കും +2 ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ് കിട്ടും. നന്നായിട്ട് പഠിച്ച് നല്ല സിംപ്ലിഫിക്കേഷൻ ഒക്കെ സിമ്പിൾ ആയിട്ട് പഠിച്ച് ഓക്കെ ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സിംപ്ലിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മോനെ ഇത്രയും റേസ് ക്യൂ മൈനസ് ആർ, ഈ എക്കും റേസ് ക്യൂ മൈനസ് ആർ ഉണ്ട്,
r raised to p minus 1 in raised to q minus r ഉണ്ട്. അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a raised to q minus r into r raised to p minus 1 into q minus r കേട്ടോ. ഇവിടെ ആറിന്റെ കാര്യം പറയുമ്പോൾ ഓൾറെഡി ആറിന് പി മൈനസ് 1 ഉണ്ട്, പിന്നെയും ക്യൂ മൈനസ് ആർ. അപ്പൊ രണ്ടോട് ചേരുമ്പോൾ പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് ആർ ഇൻറ്റു ഇവിടെ പിന്നെ രണ്ടാമത് എ റൈസ് ടു ആർ മൈനസ് പി ഇൻറ്റു ആർ റൈസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് പി. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, നല്ല സ്പേസ് വിട്ട് എഴുതി പോകണം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വൺ ഇൻറ്റു എ റൈസ് ടു പി മൈനസ് ക്യൂ ഇൻറ്റു ആർ റൈസ് ടു ആർ മൈനസ് 1 ഇൻറ്റു ആരാണ് പി മൈനസ് ക്യൂ. ഓക്കെ, ഇത്രയൊക്കെ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പൊ നോക്കിക്കോ മോനെ 1 2 3 4 5 6 6 പേരുള്ളൂ അല്ലേ. ഈ 6 പേരിൽ 3 പേര് എയിലല്ലയോ, ബാക്കി 3 പേര് ആറിലല്ലയോ. ഞാൻ എയിലെ എല്ലാം കൂടെ ഒറ്റയടിക്ക് എഴുതുന്നു, ആറിനെ എല്ലാം കൂടെ ഒറ്റയടിക്ക്. എ റൈസ് ടു ക്യൂ മൈനസ് ആർ, എ റൈസ് ടു ആർ മൈനസ് പി, എ റൈസ് ടു പി മൈനസ് ക്യൂ ക്യാൻ ബി റിട്ടൺ ആസ് എ റൈസ് ടു ക്യൂ മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോനെ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു ആരാ മോനെ എം പ്ലസ് എൻ. ശരിയല്ലേ മോനെ? അപ്പൊ ഇവിടെ നോക്കിക്കേ, എ റൈസ് ടുള്ള 3 ടൈംസ് ആകുമ്പോൾ ഒറ്റ തവണ എഴുതിക്കൊണ്ട് പവർ എല്ലാം കൂടെ പ്ലസ് ചെയ്യണം. ഓക്കെ, പവർ എല്ലാം കൂടെ പ്ലസ് ചെയ്തു. നെക്സ്റ്റ് ബാക്കി എത്ര മോനെ എ റൈസ് ഇവിടെ കൊണ്ട് എഴുതാവുള്ളൂ, അല്ലെ ഇവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് എഴുതല്ലോ കേട്ടോ. ആർ റൈസ് തന്നെ ഇവിടെ ഇത്രയുണ്ട്, ഇവിടെ ഇത്രയുണ്ട്, ഇവിടെ ഇത്രയുണ്ട്, അതെല്ലാം കൂടെ പ്ലസ് ഇട്ട് എഴുതുമ്പോൾ പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു പി മൈനസ് ക്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ റൈസ് വരെ നോക്കിക്കാൻ ഇവിടെ ഒരു പ്ലസ് ക്യൂ, ഇവിടെ കണ്ടൊരു മൈനസ് ക്യൂ, അവരങ്ങ് വെട്ടിപ്പോവും. മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി എല്ലാം വെട്ടിക്കൊണ്ട് എ റൈസ് ആരെ കിട്ടി മോനെ 0. ഓക്കെ, അപ്പൊ എയുടെ പവർ 0 ആയി. നെക്സ്റ്റ് ആറിനെ ചെയ്യണം. ആർ റൈസ് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്യാൻ പോകണം കേട്ടോ. പി ഇൻറ്റു ക്യൂ ദാറ്റ് ഈസ് ആരാ മോനെ പി ക്യൂ, പി ഇൻറ്റു മൈനസ് ആർ മൈനസ് പി ആർ മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 1 ഇൻറ്റു മൈനസ് ആർ പ്ലസ് ആർ. ഓക്കെ, നെക്സ്റ്റ് ബ്രാക്കറ്റ്സ് പ്ലസ് ക്യൂ ഇൻറ്റു ആർ ക്യൂ ആർ, ക്യൂ ഇൻറ്റു മൈനസ് പി ക്യൂ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് 1 ഇൻറ്റു മൈനസ് പി പ്ലസ് പി. ലാസ്റ്റ് ആർ ഇൻറ്റു പി ആർ പി ഓർ പി ആർ, ആർ ഇൻറ്റു ക്യൂ ആർ മൈനസ് 1 ഇൻറ്റു പി മൈനസ് പി പ്ലസ് ക്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഞാൻ ബാക്കി ഇവിടെ എഴുതുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ റൈസ് ഓൾറെഡി ആരെ കിട്ടി മോനെ 0 കിട്ടി. ആർ റൈസ് നോക്കിക്കേ, ആർ റൈസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് നോക്കിക്കേ പ്ലസ് ആദ്യത്തെ പി ക്യൂ ഇല്ലയോ, ഓടി വന്നാൽ കണ്ടോ മൈനസ് പി ക്യൂനെ കണ്ടോ, അത് തമ്മിൽ ക്യാൻസൽ ആയി. മൈനസ് പി ആർ ആൻഡ് പ്ലസ് പി ആർ കണ്ടോ ക്യാൻസൽ ആയി. മൈനസ് ക്യൂ എവിടെ നോക്കിക്കേ പ്ലസ് ക്യൂ ഓട് കിടക്കുന്നു, അവരും ഇങ്ങോട്ട് വെട്ടിപ്പോയി. നെക്സ്റ്റ് പ്ലസ് ആർ ആൻഡ് മൈനസ് ആർ പ്ലസ് ക്യൂ ആർ ആൻഡ് മൈനസ് ക്യൂ ആർ പ്ലസ് പി ആൻഡ് മൈനസ് പി കറക്റ്റ് വെട്ടിപ്പോകുന്നുണ്ടേ, അല്ല ഞാൻ ചുമ്മാ വെട്ടിക്കളയല്ല, കറക്റ്റ് അതും 0 ആയി. ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 ആൻസർ ഈസ് 1. നമുക്കറിയാം എനി നമ്പർ റൈസ് 0 ഈസ് 1. Therefore a raised to 0 is 1, r raised to 0 is 1, 1 into 1 is 1. Okay, അടിപൊളി ക്വസ്റ്റൻ ആയിരുന്നു, നമുക്ക് 1 കിട്ടി. അപ്പൊ ഇത്രയും നല്ലൊരു സിംപ്ലിഫിക്കേഷൻ ഉള്ള ഒരു ക്വസ്റ്റൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്നുള്ളത് പല കുട്ടികൾക്കും അറിയത്തില്ലായിരുന്നു, നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മളിങ്ങനെ ചെറിയ പ്രോബ്ലംസുകളൊക്കെ ചെയ്ത് നമ്മൾ വിചാരിച്ചത് നമ്മളെല്ലാം നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയേക്കണം. ഒന്നുമല്ല, നമ്മൾ അങ്ങനെ ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഹയർ ലെവൽ എൻട്രൻസിനോ അല്ലെങ്കിൽ ഹയർ ലെവൽ കോഴ്സിന് പോകുമ്പോൾ മാത്സ് നമ്മളെ പിടികൂടും, പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമ്മൾ അറിയപ്പെടാതെ എത്തിപ്പെടുന്നതോ. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോണം. സിംപ്ലിഫിക്കേഷനോ ടഫായിട്ടുള്ള ക്വസ്റ്റനോ കാണുമ്പോൾ പുറകോട്ട് പോകാതെ മുന്നോട്ട് വന്ന് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് ഈ പ്രോബ്ലം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് മറക്കാതെ ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്തേക്കണം. ക്ലാസ്സുകളെല്ലാം അടിപൊളിയായിട്ട് കിട്ടും, നല്ല സൂപ്പർ ക്വസ്റ്റൻസുകൾ ഏറ്റവും സിമ്പിൾ മെത്തേഡ്സിൽ. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.